ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? യോഹന്നാൻ സ്നാപകൻ ആളുകളെ സ്നാനപ്പെടുത്തുവാൻ ആരംഭിച്ചപ്പോൾ പരീശന്മാരിലും സദൂക്യരിലും പലരും സ്നാനം സ്വീകരിക്കുവാൻ വന്നു. പരീശന്മാർ യഹൂദരുടെ ഇടയിൽ വളരെ കർക്കശരായ കൂട്ടരായിരുന്നു. യഹൂദ്യ ന്യായപ്രമാണം കൃത്യമായി പാലിക്കുന്നതിൽ അവർ അഭിമാനിച്ചിരുന്നു. യഹൂദരിലെ രണ്ടാമത്തെ മുഖ്യ ഘടകം സദൂക്യരായിരുന്നു. പരീശരും സദൂക്യരും യഹൂദന്മാരുടെ ഇടയിൽ നേതാക്കളായിരുന്നു. എന്നിട്ടും അവർ സ്നാനത്തിന് വന്നപ്പോൾ യോഹന്നാൻ അവരെ സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിന് കാരണം യഹൂദ നേതാക്കൾ കപടഭക്തിക്കാരായിരുന്നു. അവർ പുറമേ മതഭക്തിയുള്ളവരായിരുന്നു, എന്നാൽ അകമേ യാതൊന്നും ഇല്ലായിരുന്നു. അവർ ഹൃദയം കൊണ്ടല്ല, അധരം കൊണ്ടത്രേ ദൈവത്തെ ആരാധിച്ചത്. സ്നാനം കൊണ്ട് ദൈവക്രോധത്തിൽ നിന്ന്, അഥവാ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നവർ കരുതി. എന്നാൽ അവർ യഥാർത്ഥത്തിൽ അനുതപിച്ചിരുന്നില്ല എന്ന് യോഹന്നാൻ അറിഞ്ഞു. അവർ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉത്സാഹിച്ചിരുന്നില്ല. അവർ എത്ര മതഭക്തിയുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവർ സ്നാനമേറ്റത്. പരീശന്മാരും സദൂക്യന്മാരും സർപ്പസന്തതികളെ പോലെയാണ്. അവർ സൂത്രശാലികളും ചതിയന്മാരുമായിരുന്നു. ഇന്ന് നമ്മുടെ സ്ഥിതിയും അവരിൽ നിന്നും തികച്ചും ഭിന്നമല്ല. വരാനുള്ള ശിക്ഷാവിധിയിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ആ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ വിടുവിക്കാനായി യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കാം, പാപക്ഷമ പ്രാപിക്കാം, വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.